തിരുവചനം, ജീവൻ നൽകിയ വചനം, ജീവന്റെ വചനം. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരണ്ട് കാവലായി. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. ഉള്ളംകരത്തിലെന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയവുമില്ല. ഉള്ളംകരത്തിലെന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയവുമില്ല. പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ വചനങ്ങളെ വായിക്കുവാനും പഠിക്കുവാനും ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. 112 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങി പോവുകയില്ല. ആമീൻ. ദൈവമേ യോഗ്യമാകുന്നു. ബാരക്കുമോ. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. അച്ഛൻ്റെ അനുവാദത്തോടെ ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, തലവണങ്ങാം. അത്യധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അഭിഷിക്തന്മാരുടെ കീഴിൽ ദൈവദാസന്മാരോട് ചേർന്ന് തമ്പുരാൻ്റെ അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ അല്പനേരം ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ ബോധ്യങ്ങളും ബോധവും തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് തന്ന് സഹായിക്കണമേ. അടിയനെയും ബലപ്പെടുത്തി ക്രൂശിൻ്റെ മറവിൽ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അൻപുള്ള യേശുവിൻ്റെ നാമം ചോദിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, കേട്ട് ഉത്തരമല്ലമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചു കേട്ടതായ വേദഭാഗം ഇപ്രകാരമാണ്: ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അങ്ങനെ ഒരു ദിവസം വരും, ഇല്ലേ? പ്രവാചകന്മാര് പ്രവചനം അവസാനിപ്പിക്കുന്നത് മലാഖി പ്രവചനത്തിലൂടെയാണ്. പിന്നീട് വരുന്ന ഏതാണ്ട് അനേക കാലം, ഒത്തിരി വർഷം ദൈവത്തിന്റെ ശബ്ദം ഭൂമിയിൽ പിന്നെ മുഴങ്ങി കേട്ടിരുന്നില്ലെന്ന് വേദപണ്ഡിതാക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതുകൊണ്ട് 400 വർഷക്കാലം പിന്നീട് ദൈവം ഈ ലോകത്തോട് സംസാരിച്ചില്ല. പിന്നെ സംസാരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എടുക്കാൻ പോകണ്ട, സഖറിയ പുരോഹിതനോടാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രവചന കാലഘട്ടത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പ്രവചിച്ച മലാഖി പ്രവാചകൻ അതിൻ്റെ അവസാന അധ്യായത്തിലൂടെ
നമ്മളോട് വിളിച്ചു പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയിട്ട് കടന്നുപോയൊരു വേദഭാഗമാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അത് സംഭവിക്കുക തന്നെ. ലോകത്തിൽ വെള്ളം കൊണ്ട് ലോകത്തെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മൃതശരീരങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്നത് കണ്ട് കർത്താവ് അന്നെടുത്ത തീരുമാനമാണ്, വെള്ളം കൊണ്ട് ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കത്തില്ല. അപ്പൊ ഇനി നശിപ്പിക്കാനിരിക്കുന്നതോ അഗ്നിയാലാണ്. അഗ്നിയാൽ ദൈവം തമ്പുരാൻ നശിപ്പിക്കാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള ബോധ്യം പ്രവാചകന്മാർ വഴിയായി നമുക്ക് തന്നിരിക്കുമ്പോൾ അത് കാലാകാലങ്ങൾ സംഭവിക്കട്ടെ. ഒരുപക്ഷെ ആ ചൂള പോലെ കത്തുന്ന ദിവസത്തോളം ഒരുപക്ഷെ നമ്മൾ ചെന്നിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? ലോകാവസാനം വരെ നമ്മൾ ഇരിക്കുമോ? പറയാൻ പറ്റത്തില്ല. ഇപ്പെങ്ങ് വന്നാലാ. കാരണം കർത്താവിനോട് ചോദിച്ചു, തമ്പുരാനെ അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ശിഷ്യന്മാരടുക്ക ചോദിച്ചു, തമ്പുരാനെ അത് എന്നാ, ലോകാവസാനം എന്നാണ്? കർത്താവ് പറഞ്ഞോ? പറഞ്ഞില്ല. ലോകാവസാനം എന്നാ സംഭവിക്കുന്ന കർത്താവിനോട് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞത് പുത്രൻ പോലും അറിയുന്നില്ല. എന്നിട്ട് അതിന്റെ ലക്ഷണം പറഞ്ഞു, വരാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തൊരു ഭാഗമുണ്ട്. അതൊരു ഗീതഭാഗമായിട്ട് പരിശുദ്ധ സഭയുടെ മരണാനന്തര ശുശ്രൂഷയിൽ ഇങ്ങനെ പാടുന്നുണ്ട്. ഒരു പാട്ട്, വളരെ മനോഹരമായൊരു പാട്ടാണ്. മരണാനന്തര ഗീതത്തിൽ പാടുന്ന ഒരു പാട്ട്. ആ പാട്ട് ഇങ്ങനെ തുടങ്ങുന്നത്: സ്ഥാനഭ്രംശത്താൽ സൃഷ്ടികളഖിലം സംഭ്രമപൂർവം മറിയുമ്പോൾ ആദിത്യനുമമ്പിളിയും താരകളും പ്രഭയില്ലാതായി മറയുന്നു. ലോകം സൃഷ്ടാവിൻ വാക്കാൽ അന്ത്യാവസ്ഥയിലെത്തുന്നു. പാടെ കബറുകളിളകി പിളരുന്നു, നിര്യാതന്മാരുയരുന്നു. നേരും നീതിയുമുൾക്കൊള്ളുവോർ നിയതവിധിക്കായി വിധിഗേഹം പ്രാപിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് പിതാക്കന്മാർ പരിശുദ്ധാത്മാവിൽ ധ്യാനമായിട്ട് പാടുവാനായിട്ട് ക്രമീകരിച്ചു തന്നിരിക്കുകയാണ്. നിയതമായ വിധി ലഭിക്കേണ്ടതിന്, ന്യായപരമായ വിധി ലഭിക്കേണ്ടതിന്, അനുഗ്രഹകരമായ ഒരു ഉത്തരം കിട്ടി സ്വർഗീയ ഭവനത്തിൽ പാർക്കേണ്ടതിന് വേണ്ടി വിധിഗേഹത്തിലേക്ക് പ്രവേശിക്കാൻ നേരും നീതിയും ഉൾക്കൊള്ളുവോർ, നീതിയുള്ളവര്, നേരോടെ ജീവിക്കുന്നവര്, അവർക്ക് വേണ്ടിയാണ് തമ്പുരാൻ ഓരോരുത്തരെയും വിളിച്ചു ചേർക്കാനായിട്ട് പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ ചൂള പോലും കത്തുന്ന ഒരു ദിവസം വരുന്ന കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നാലും, ആ കാലത്തിന് മുൻപ് നമ്മൾ കടന്നുപോയാലും, അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വരാനുള്ള സാധ്യതയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചുന്നു. അപ്പോൾ അഹങ്കാരികളൊക്കെയും, ആരാണവോ? അഹങ്കാരികളൊക്കെയും, രണ്ട്, സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയായി പോകും, താഴെ പോകും. അപ്പൊ ന്യായവിധിക്ക് വേണ്ടി സകല മനുഷ്യനും കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലണം, ഇല്ലേ? എബ്രായ ലേഖനത്തോടെ പൗലോസ് പറയും പോലെ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുകയാണ്. അപ്പൊ ന്യായവിധിക്ക് വേണ്ടി സകലരും ചെല്ലണം. അപ്പോ ആ ചെല്ലുന്ന നേരത്ത് നമുക്ക് വേണ്ടിയതായ
ഒരു ഭാവമെന്ന് പറയുന്നത്, ആന്തരിക ശീലമെന്ന് പറയുന്ന, അകത്തിലെ ആഗ്രഹമെന്ന് പറയുന്നത് നേരോടും നെറിവോടും നീതിയോടും കൂടെ ജീവിക്കുകയാണ്. അല്ലേ? പാട്ടുകാരൻ ഇങ്ങനെ പാടി വെച്ചു: പാവനമാം പട്ടണത്തിൽ ആരു കടന്നീടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. നീതിയായി നടന്ന് നേർപ്പറഞ്ഞ് മണ്ണിൽ പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ അല്പകാലം മാത്രം ഈ ഭൂവിലെ സ്വർപ്പുരമാണെൻ്റെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നേരില്ലാതെ, നെറിവില്ലാതെ, നീതിയില്ലാതെ, ന്യായമില്ലാതെ ജീവിച്ചു പോകുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെതായ പ്രതിസന്ധികൾ വരുമെന്ന് പ്രവാചകനിലൂടെ പറയുന്നു. അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ച് ശാന്തമായി, എനിക്ക് അഹങ്കാരം എന്താ? അഹം എന്ന് പറഞ്ഞാൽ എന്താ? അഹം എന്ന് പറഞ്ഞാൽ ഞാനെന്നവന്റെ ഉള്ളത്തിലെ ചിന്തകളും വ്യാപാരങ്ങളും, ഞാനെന്ന് പറയുന്നവന്റെ ഉള്ളത്തിലെ ഭാവങ്ങൾ, ഉള്ളത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നിരൂപണങ്ങൾ, ഞാൻ എന്നോട് തന്നെ, മറ്റുള്ളവനോട്, എൻ്റെ കുടുംബാംഗങ്ങളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ മക്കളോട്, ദേശത്തുള്ളവരോട്, സഭയിലുള്ളവരോട്, ഇടവകയിലുള്ളവരോട്, ഇതര സഭക്കാരനോട്, ഇതര ജാതിയിൽപ്പെട്ടവരോട്, അയൽവക്കക്കാരോട് എൻ്റെ ഉള്ളത്തിലെ ഭാവം എന്താണ്? നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും ദൈവാനുഗ്രഹം പ്രാപിക്കാൻ കാത്തിരിക്കുന്നവരാണ്. നമുക്കെല്ലാവർക്കും എന്തു മതി? ദൈവ അനുഗ്രഹം വേണം. പക്ഷെ ചിലപ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കൊണ്ട് വിചാരിച്ച പോലെ കിട്ടണില്ല, വിചാരിച്ചതുപോലെ കിട്ടുന്നില്ല. നമ്മളെപ്പോഴും കണക്കെടുക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞാൻ ആരാധനയ്ക്ക് പോവും, എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവും, പറ്റുമ്പോഴൊക്കെ കുർബാന അനുഭവിക്കും, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അത് തന്നെ എനിക്ക് ചിലപ്പോൾ ഉള്ളത്തിലൊരു എന്തായിട്ട് മാറും? ഒരു അഹങ്കാരമായിട്ട് മാറും. അപ്പൊ അഹങ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ദോഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. ചില മനുഷ്യരുള്ളങ്ങളിൽ ചില കാലങ്ങളിൽ തോന്നുന്ന അതിരുവിട്ട മോഹങ്ങളിൽ നിന്നും തമ്പുരാൻ അനുഗ്രഹിച്ചു കൊടുത്ത ചില ജീവിതത്തിന്റെ ഉയർച്ചയുടെ, പുരോഗമനത്തിന്റെ കാലഘട്ടത്തിലെ സന്തോഷത്തിൽ നിന്നും പലർക്കും എന്തുവരും? അഹങ്കാരം വരും. ഈ കാലഘട്ടത്തിൽ അഹങ്കാരികളെ കണ്ടെത്താൻ വലിയ പാടാണ്, അല്ലേ? കാണാറുണ്ടോ? അങ്ങനെ അഹങ്കാരികളെ കാണാറുണ്ടോ? ഉണ്ടോ? ഭയങ്കര പാടാ, കണ്ടു കിട്ടാനേ പാടാ. എല്ലാവരും താഴ്മ ധരിച്ച് വചനം കേട്ട് ആത്മാവിൽ നിറഞ്ഞ് എന്തെങ്കിലും ഒരു ഏനക്കേട് സംഭവിച്ചാൽ അപ്പം തന്നെ ഈ വലത് കൈ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അപ്പം തന്നെ ഇങ്ങനെ പറയുന്ന തലത്തിലേക്കായി കഴിഞ്ഞിരിക്കുന്നു ലോകം. അപ്പം അതുകൊണ്ട് ചൂള പോലെ കത്തുന്ന വലിയ ദിവസം വന്നാലും എനിക്കൊരു ഒന്നും പേടിക്കാനില്ലെന്നൊരു അഹങ്കാരം കൂടെ നമ്മൾ കൊണ്ടു നടക്കുക. ശരിയല്ലേ? ഈ തിരക്ക് പിടിച്ച റോഡിനകത്തോടെ പണ്ട് 100 വണ്ടി ഓടിക്കൊണ്ടിരുന്ന, 500 വണ്ടി ഓടിക്കൊണ്ടിരുന്ന, 1000 വണ്ടി ഓടിക്കൊണ്ടിരുന്ന ഈ കോട്ടകമൽ പട്ടണത്തിലൂടെ ലക്ഷക്കണക്കിന് വാഹനം പരക്കം പാഞ്ഞ് മദ്യപിച്ച് ബോധം പോയി നടക്കുന്ന, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളുകളുടെ നടുവിലൂടെ വണ്ടി ഓടിച്ച് അതിൻ്റെ സൈഡിലെ മൂലയെല്ലാം ഗതികേടിനെങ്ങാലും ഒന്ന് ഒരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ, 10 രൂപ കയ്യിലുള്ളവൻ്റെ ഭാവം അപ്പോഴങ്ങ് മാറും, ഇല്ലേ? അഹങ്കാരത്തിന്റെ ലക്ഷണം. അഹങ്കാരത്തിന്റെ ലക്ഷണമുള്ള മനുഷ്യരെ നാട്ടിൽ കണ്ടുകിട്ടാൻ വലിയ പാടാ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ചെല്ലുമ്പോൾ അഹങ്കരിക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആരായിരുന്നത്? നമ്മുടെ ഇയ്യോബ്.
ഇയ്യോബിന്റെ പുസ്തകത്തിൽ ചെന്ന് നോക്കിയാൽ അഹങ്കരിക്കാൻ എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ അവകാശമുള്ള, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ന് കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ അവകാശമുള്ളൊരു മനുഷ്യൻ അന്നത്തെ ഇതിൽ ഇയ്യോബായിരുന്നു. നോക്കിക്കുക ആ സംഭവം ഒന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഇയ്യോബിനെ പോലെ ഗുണപ്പെടുന്ന ഒരാൾ ഒന്ന് പറഞ്ഞേ. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. ഉണ്ടാകട്ടെ, അത് പഴയ കാലത്തെ കണക്കാ. ഉണ്ടാകട്ടെ, 7 പുത്രന്മാരും 7 പുത്രിമാരും മിക്കവാർക്കും എല്ലാ വീട്ടിലുണ്ട്. അതിന് കൂടുതൽ കേമപ്പെടാനൊന്നും ഇയ്യോബിന് ഇല്ല. അതിൽ കൂടുതലുള്ള അമ്മമാരൊന്നും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പുറത്തേക്ക് മാറിയാട്ടിനെ തൊട്ട് താഴെ അടുത്ത കഥ പറയാൻ തുടങ്ങുന്നു. ഇതെന്ന് അവന് 7000 ആടും 7000 ആടുണ്ടായിരുന്നു. 3000 ഒട്ടകവും 3000 ഒട്ടകം ഉണ്ടായിരുന്നു. 3000 ഒട്ടകത്തെ പോറ്റണമെങ്കിൽ ചില്ലറ ഇടങ്ങാൻ മതിയോ? ആണോ? അപ്പൊ 7000 ആടും 3000 ഒട്ടകം, പിന്നെ 500 ഏർ കാളയും 500 ഏറ് കാള്. 500 ഏറ് കാളാന്ന് പറഞ്ഞ എത്ര ഉണ്ടോ? 1000 എണ്ണം ഉണ്ട്. പിന്നെ 500 പെൺകഴുതയുമായ പെൺകഴുതയുണ്ടായി. മൃഗസമ്പത്തും. പ്രിയമുള്ളവരെ, മതി. അപ്പോ 7000 ആടും 3000 ഒട്ടകം 1000 കാളകളും 500 പെൺകഴുതയും അതിനെയൊക്കെ നോക്കിയെടുത്ത് നടക്കാനുള്ള മനുഷ്യന്മാരും എല്ലാം ഉണ്ടായിരുന്ന ഒരുവനെ കുറിച്ച് തമ്പുരാൻ പിശാചിനോട് പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അവനെ പോലെ നേരുള്ളവന്, ഇല്ലേ, അവരെ പോലെ ദൈവഭയമുള്ളവന്, അവനെ പോലെ ദോഷം വിട്ടകലുന്ന വേറൊരുത്തനെ ഭൂമിയിൽ കാണാനില്ല. അപ്പൊ അങ്ങനെ അഹങ്കരിക്കാൻ സാഹചര്യമുണ്ടായിട്ടും അഹങ്കരിക്കാൻ ഒട്ടും തയ്യാറാകാതിരുന്ന ഇയ്യോബ് എന്ന് പറയുന്ന താഴ്മ ധരിച്ചവനായവൻ ചെയ്തൊരു പ്രവൃത്തി, താന്താങ്ങളുടെ ഊഴമനുസരിച്ച് സഹോദരന്മാരുടെ ഭവനങ്ങളിൽ വിരുന്ന് കഴിക്കുന്ന നേരത്ത് വിരുന്നിൻ്റെ നടുവിൽ ഏതെങ്കിലും വിധത്തിലുള്ളതായ ദോഷങ്ങളെങ്ങാനും വന്നു പോയിട്ടുണ്ടോ എന്ന് സംശയിച്ചും പേടിച്ചും ഭയപ്പെട്ടും വിരുന്ന് കഴിയുന്ന പിറ്റേ ദിവസം ഈ മക്കൾക്ക് വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ ചെന്ന് യാഗം കഴിക്കുന്ന ഒരു ഇയ്യോബ്, അവനാണ് അഹങ്കാരം തൊട്ടു തീണ്ടാതെ നിൽക്കുന്നവൻ. അഹങ്കാരം മനുഷ്യന്റെ ജീവിതത്തെ അറിയാതെ താഴേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിന്റെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ ഒന്നോടെ ചേർത്ത് പറയുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പലപ്പോഴും എനിക്ക് അഹങ്കാരമുണ്ടെന്ന് പലർക്കും തോന്നിയിട്ടില്ല. ഞാനൊരു അഹങ്കാരിയാണെന്ന് പലരും വിചാരിച്ചിട്ട് പോലുമില്ല. അഹങ്കാരം ഉള്ളിലുണ്ടായിട്ടും താഴ്മയുടെ വേഷം പൂണ്ട് നിൽക്കുമ്പോൾ അറിയാതെ അഹങ്കാരം നമ്മെ കാർന്ന് തിന്നുന്നെന്ന് അറിഞ്ഞുകൊള്ളുക. ഇവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അനുഭവം ഞാൻ വല്ലതും പറഞ്ഞില്ല. ഒരു കാര്യം വന്ന ഒരു പ്രതിസന്ധി ഒരാൾ ചോദിച്ചാൽ മതി, അതിന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല, ഇതെന്നാ സംഭവം, എന്നെങ്ങനെ, ഞാനൊന്നും അങ്ങനെ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറയുന്ന ആളുമല്ല. നിങ്ങൾ അങ്ങനെ എന്നെ കുറിച്ച് വിചാരിക്കരുത്, ഞാൻ അങ്ങനെ ആളല്ല. ഇങ്ങനെ പറയും, ഇതൊക്കെ ഞാൻ എന്ന് പറയും. എന്താ പറയുന്നേ? ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്തു നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് വേണ്ടി, കർത്താവിൻ്റെ ഭക്തന്മാരായിരിക്കുന്ന വേണ്ടി,
അവരുടെ വാക്കുകൾ എന്തെന്നും ചിന്തകൾ എന്തെന്നും ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ എന്തെന്നും തമ്പുരാൻ കേട്ടിട്ട് എന്തെഴുതി വെച്ചു എന്ന് ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്മരണ പുസ്തകം. എന്താ സ്മരണ പുസ്തകം? ഓർമ്മ. സ്മരണ ഓർമ്മയാണ്, എന്നാലും എന്താ പുസ്തകം? സ്മരണ പുസ്തകം എന്ന് പറഞ്ഞാൽ സന്നയിലൊരു പുസ്തകമുണ്ട്, ജീവപുസ്തകം. അല്ല, ജീവപുസ്തകം ഇല്ല. എന്നെ ആദ്യം പറയും എന്താണ്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളും. അത് നമ്മുടെ ഈ പള്ളിയുടെയൊക്കെ ഇടവക ലിസ്റ്റ് എന്ന് പറയില്ലേ? പള്ളിയുടെ ഇടവക ലിസ്റ്റ്. നമ്മുടെ ഈ ഭൂമി നാട്ടിൽ ജീവിക്കുന്ന ലിസ്റ്റ് എന്താ? ആധാർ കാർഡ്, പിന്നെ അപ്പുറത്തേക്ക് കിടന്ന റേഷൻ കാർഡ്. പക്ഷെ കർത്താവിൻ്റെ ഒരു ജീവപുസ്തകമുണ്ട്. ഓരോരുത്തരെയും മാമോദീസ മുക്കിയ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്ത ദിവസത്തിൽ അന്ന് തന്നെ ബുക്കിന്മേൽ എഴുതി ചേർക്കപ്പെട്ട പേരിൽ ഈ ജീവപുസ്തകമുണ്ട്. പക്ഷേ ആ ജീവപുസ്തകത്തിന്മേലല്ല നാം ഓരോരുത്തരും ഇന്ന് നേരം വെളുത്ത് 5 മണിക്കും 5:30ക്കും 6-നും 6:30ക്കും എഴുന്നേറ്റ നാം ഓരോരുത്തരുടെയും ജീവിതത്തെ തമ്പുരാൻ തൊട്ട് ഈ സമയം 12 മണി വരെ എത്തുന്ന നേരത്തിനുള്ളിൽ ചെയ്തെടുത്ത പ്രവൃത്തി നല്ലതാകലും തീയതാകലും അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്മരണ പുസ്തകമുണ്ട്. ഹല്ലേലൂയ. ഇത് കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടിട്ട് അതിങ്ങനെ ക്രമീകരിക്കുവാൻ തൻ്റെ ദൂതന്മാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ സ്മരണ പുസ്തകത്തിൽ സകലതും എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ നാളത്തെ ദിവസത്തിൽ നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലെന്ന് വിചാരിച്ചെന്ന് പറയാൻ പോലും പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അഹങ്കാരത്തിന്റെ ശീലമുണ്ടെങ്കിൽ അത് തകർച്ചയ്ക്ക് വഴിവെക്കാനിടയാകും. തമ്പുരാനെ പറ്റ അമ്മ പാടിയ പാട്ടുണ്ട്, മറിയാമിന്റെ പാട്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ചെല്ലുമ്പോൾ നമുക്കത് കേൾക്കാം. അതിൻ്റെ 51-ാമത്തെ വാക്കിൽ തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ അവൻ ചിതറിച്ചു കളയും. ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവനെ അവൻ ചിതറിച്ചു കളയും. അപ്പൊ ഹൃദയത്തിൽ കിടക്കുന്ന അഹങ്കാരം ഒരു മനുഷ്യനെ എന്തോരം താഴേക്ക് പിടിച്ചു വലിക്കുന്നറിയോ? ആയുസ് തന്നവൻ അല്ലേ? ജീവൻ തന്നത് ദൈവം തമ്പുരാനാണ്. ആയുസ് തന്നത് ഇത്രയും കാലം ജീവിക്കാൻ ആയുസ് തന്ന കർത്താവാണെങ്കിൽ ഉള്ള ആരോഗ്യം കൊണ്ട് ഇവിടെ വരെ ജീവിപ്പാനായിട്ട് കർത്താവ് തന്നത്, എനിക്ക് കുടുംബത്തെ തന്നത്, എനിക്ക് മക്കളെ തന്നത്, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തത്, അവർക്ക് സമ്പന്നത കൊടുത്തത്, ജോലി കൊടുത്തത്, വിദേശം കൊടുത്തത് തമ്പുരാനാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ ജീവിതത്തിൽ 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കാൻ പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കാൻ പറ്റണം. IELTS പോകുന്ന സമയത്തും OET ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്തും വിദേശത്തേക്ക് വിസയ്ക്ക് പേപ്പർ വെക്കണ നേരത്തും പള്ളിയിൽ വലിയ തിരക്കാണ്. 10-ാം ക്ലാസ്സിൽ പരീക്ഷ പുള്ള എഴുതാൻ തുടങ്ങിയ പിന്നെ അടുപ്പിച്ച ആഴ്ചകളിൽ പള്ളിയിൽ പോകും, തിരക്കാണ്. അഡ്മിഷൻ കിട്ടുന്നിടത്ത് തിരക്കാണ്. തിരക്ക് കുറഞ്ഞു പോരും. പിന്നെ എന്താ? തമ്പുരാൻ അനുഗ്രഹിച്ചു കൊടുത്ത അനുഗ്രഹം മേടിച്ചുകൊണ്ട് മടങ്ങി വന്നിട്ട് നന്ദി പറയാനായിട്ട് പലപ്പോഴും പിന്നെ നമുക്ക് തിരക്കുള്ളവർക്ക് പറ്റാറില്ല. നന്ദി പറയാൻ ചെല്ലാത്തവന്റെ മനസ്സിന്റെ ആന്തരിക ഭാവം എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ ചൊവ്വയുള്ളതാണ്. ഇല്ലേ? ദേവദാസന്മാരെ അച്ഛനെയും കാണുമ്പോൾ പറയും, കർത്താവ് കൃപ ചെയ്ത് എൻ്റെ പിള്ളേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടാച്ചാ. അഡ്മിഷന് വേണ്ടി പള്ളിക്കൂടത്തിൻ്റെ മുമ്പിൽ, കോളേജിൻ്റെ മുമ്പിൽ, ഓഫീസിൻ്റെ മുമ്പിൽ നിന്ന് വേറെ പിള്ളേരുടെ കാരണവന്മാരായിട്ട് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ഈ വാക്ക് പ്രയോഗിക്കും. 90% മാർക്ക് കിട്ടി. പക്ഷെ വിചാരിച്ചില്ല കിട്ടുമായിരിക്കും എന്ന് കിട്ടി. അങ്ങനെ വിചാരിച്ച എന്തായാലും കിട്ടി കേട്ടോ, വലിയ ഭാഗ്യമായിപ്പോയി. ദേവദാസന്മാരുടെ മുമ്പിൽ പറയും, അല്ലെ അച്ഛന്മാരെ കാണുമ്പോൾ പറയും,
അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്തുള്ളവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവരുടെ മുമ്പിൽ നമ്മൾ പറയും കർത്താവ് കൃപ ചെയ്തു അനുഗ്രഹിച്ചു എന്ന് പറയും. പക്ഷേ അല്ലാത്തിടത്ത് ദൈവം തമ്പുരാനെ ഉയർത്തി കാണിക്കാനായിട്ട് പലരും മറന്നു പോകുന്നു, മോശമായിട്ട് കാണുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം മുതൽ അഹങ്കരിച്ചവന് കിട്ടിയ ശക്തമായ ശിക്ഷ മൂലം ലോകത്തിൽ പിന്നീട് വന്ന് സംഭവിച്ച ഒരു ക്രമീകരണം, ഒരു ജീവിതം നമുക്ക് കാണാനായിട്ട് പറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. വായിച്ചു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? നിർത്തിക്കോ പ്രിയമുള്ളവരെ, ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് വീണു പോയത്? അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് താഴെ വീണു? ഉഷസിന്റെ പുത്രൻ, 10 കൂട്ടം മാലാഖമാരുണ്ടായിരുന്ന സംഘത്തിൽ ഒരു കൂട്ടത്തിന്റെ നേതാവിന് തോന്നിയ അരുതാത്ത ചിന്തയാണ് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനൊപ്പം നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി തന്റെ ചുമതല നിവർത്തിച്ചു കൊണ്ടിരുന്ന മാലാഖാ സംഘത്തിന്റെ നേതാവിനുള്ളത്തിൽ തോന്നിയ ചിന്ത. ആ ചിന്തയാണ് അവന് വെട്ടി താഴെയിട്ടത്. ഉഷസിന്റെ പുത്രൻ, അരുണോദയ പുത്രൻ, അവൻ താഴെ വീണു. എവിടേക്ക്? നാശത്തിലേക്ക്. തുടർന്ന് വായിച്ചു കേൾക്കാം. ഞാൻ സ്വർഗത്തിൽ കയറും. ഈ വീണുപോയവന്റെ ഉള്ളത്തിൽ പൊങ്ങി വന്ന ചില ചിന്തകൾ, ചില ആലോചനകൾ. താൻ അതുവരെയും ആരാധിച്ചു കൊണ്ടിരുന്നുവോ, താൻ അതുവരെയും ആരെ ബഹുമാനിച്ചു കൊണ്ടിരുന്നുവോ, ആ ബഹുമാനിച്ചു കൊണ്ടിരുന്ന, ആരാധിച്ചു കൊണ്ടിരുന്ന, മഹത്വം നൽകിക്കൊണ്ടിരുന്ന, മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന സ്വർഗത്തിലെ ദൈവമായിരിക്കുന്നവൻ ആരൂഢനായിരിക്കുന്നിടത്തേക്ക് പറന്നു കയറുമെന്നൊരുവന്റെ ഉള്ളത്തിലുള്ള ചിന്ത. എന്താ പറഞ്ഞേ? ഞാൻ സ്വർഗത്തിലേക്ക് കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. കണ്ടോ, എന്റെ സിംഹാസനം. ഇതുവരെയും കർത്താവിന് കീഴിൽ കർത്താവ് പറഞ്ഞത് കേട്ട് അനുസരിച്ച് അനുസരണയുള്ളവനായി തൻ്റെ കൂടെ നിന്ന, കൂടെയായിരിക്കുന്ന മാലാഖമാട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളുടെ നടുവിൽ ഒരിക്കൽ അവൻ്റെ ഉള്ളത്തിൽ തോന്നുകയാണ്, അല്ലല്ല, എനിക്കിത് പോരാ, എനിക്കിങ്ങനെ ആയാ പോരാ, എനിക്കെന്താണൊരു കുറവ്, ലവനേക്കാളും എന്താണ് എനിക്കൊരു കുറവ്, ഞാൻ എന്തോളം ചെയ്യും? സ്വർഗത്തിൽ കർത്താവിന്റെ സിംഹാസനത്തോളം ഞാൻ അങ്ങ് പൊങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോ നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ്, എനിക്കെന്താണൊരു കുറവ്, എന്റെ ശുശ്രൂഷയിൽ എന്താണൊരു കുറവ്, അവരെക്കാളും നന്നായിട്ട് പ്രസംഗിക്കാൻ എനിക്ക് അറിഞ്ഞൂടെ, അവരെക്കാൾ നന്നായിട്ട് മറ്റുള്ളവർക്ക് ഇത് പഠിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞൂടെ, അതിനേക്കാൾ നന്നായിട്ട് നല്ല ട്യൂണിൽ വേദപുസ്തകം വായിക്കാൻ അറിഞ്ഞൂടെ, ഒരച്ഛൻ എന്ന നിലയിൽ എല്ലാ അച്ഛന്മാരെക്കാളും മെച്ചത്തിൽ കുർബാന ചൊല്ലാൻ, ഭംഗിയായിട്ട് ചൊല്ലാൻ എനിക്ക് അറിയത്തില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന കൃപകളാണ് സകലവുമെന്ന് ധ്യാനിച്ചു കൊണ്ടുവേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിങ്ങനെ വചനം പറയുന്നുണ്ട്. ലൂക്കോസ് 10:18 അഹങ്കാരത്തിലേക്ക് നമ്മളെ നടത്തുന്നതായ ചില വിധങ്ങളെയും വഴികളെയും കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ഒന്ന് വായിച്ചേട്ടെ. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിനെ. മതി. ദൈവം തമ്പുരാൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു വിട്ട 72 പേര് അവര് മടങ്ങി വന്നിട്ട് കർത്തൃനാമത്തിൽ വേല ചെയ്തപ്പോ കർത്താവിന്റെ വേലയ്ക്ക് നടുവില് പിശാച് താഴെ വീഴുന്നത്, പിശാചിന്റെ ഇടപെടൽ അവസാനിക്കുന്നത് കണ്ടുവെന്ന് കർത്താവിനോട് വന്ന് പറയുന്ന ഒരു സാക്ഷ്യം പറഞ്ഞ സമയമാണ്. എന്ന് വെച്ചാൽ ദൈവനാമത്തിങ്കൽ പിശാച് വരെ താഴെ വീഴും. കർത്താവ് വെട്ടിയാൽ പിശാച് വരെ താഴെ വീഴും. അങ്ങനെയാണ് ഈ അരുണോദയ പുത്രനായിരിക്കുന്നവൻ വെട്ടേറ്റ് താഴെ വീണ് പോയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മെയും വെട്ടുന്നൊരു ദിവസം
ദിവസമുണ്ട്, നമ്മെയും വെട്ടിയിട്ടേക്കാം. പലപ്പോഴും നമുക്കറിയാം, എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, നാടിന് വിറപ്പിച്ച് നടന്നവനവൻ, ഇല്ലേ? ഒരു കാലത്ത് നാട് കണ്ട ഏറ്റവും വലിയ ഒരുത്തനായിരുന്നു. ഇപ്പൊ കണ്ടോ, എങ്ങാണ്ടെന്നൊന്നും ഒരുത്തൻ തട്ടിയിട്ട്, നാട്ടുവർത്താനത്തിൽ പറയും പോലെ ഗുണ്ടയെ കൊച്ചുപിച്ചാത്തിന് കൊച്ചിറക്കും കുത്തിയിട്ടു എന്ന് പറയും പോലെ, നാട് മറച്ചിട്ട, നാടിനെ പേടിപ്പിച്ച, ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന അധികാര സ്ഥാനങ്ങളിൽ ഗർവോടെ നടന്നിട്ടുള്ള എത്രയോ പേരാണ് എൻ്റെ പ്രിയമുള്ളവരെ അടികൊണ്ട് താഴെ കിടക്കണേ. ഹല്ലേലൂയ. നമ്മുടെ സെന്റ് ജോൺസ് മിഷൻ ഒത്തിരി പ്രവർത്തനം ചെയ്യുന്ന കൂട്ടത്തിൽ അനേകം രോഗികളായിരിക്കുന്നവരെ കാണാൻ പോകുന്നവരാ. ചില സന്ദർഭങ്ങളിൽ, ചില ഇടങ്ങളിൽ രോഗികളെ കാണാൻ പോകേണ്ടി വരും. പക്ഷെ പോകേണ്ടി വരുമ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കൂടെ വരുന്നവര് നമ്മൾ കാണാൻ ചെല്ലുന്നയാളെ കുറിച്ചൊരു വിശദീകരണം തരും. ആ വിശദീകരണം കേൾക്കുമ്പോൾ വാസ്തവമായിട്ട് പോകേണ്ട കാര്യം പോലും ഇല്ല എന്ന് നമുക്ക് തോന്നലുണ്ടാക്കും. കാരണം ഒരു കാലം ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ശീലം കൊണ്ട് എത്രയോ പേരുടെ ജീവിതം തകർന്നടിച്ചിട്ടുള്ളവരാകും. എത്രയോ പേരുടെ ജീവിതം കണ്ണുനീരണിഞ്ഞിട്ടുള്ളതാകും. എത്രയോ പേർ കണ്ണുനീർ കുടിച്ച ജീവിത അനുഭവങ്ങളിലൂടെ ജീവിച്ച മനുഷ്യനാണ് ഇപ്പോൾ അടിതെറ്റി താഴെ കിടക്കുന്നത്. അനേക ദിവസം കിടക്കുമ്പോൾ പുരോഹിതന്മാർക്കും ദൈവദാസന്മാർക്കും കർത്തദാസികൾക്കും പോകണം. പക്ഷേ ഒന്നോർത്തോ, ആ കിടക്കുന്ന കിടപ്പിലായിരിക്കുന്നെങ്കിലും അവൻ ഓർത്തോളം, ഞാൻ ഈ അടി കൊണ്ട് വീഴാൻ തക്കവണ്ണം ഞാനാണ് കാരണക്കാരൻ, ഞാനാണ് ഉത്തരവാദി എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഒരു കുമ്പസാരമായി മാറുന്നത്. ഹല്ലേലൂയ. സത്യകുമ്പസാരം എന്ന് പറയുന്നത് അവനവന്റെ തിരിച്ചറിവാണ്. പ്രിയമുള്ളവരെ, താമസിച്ചുള്ള 5 ദിവസം ധ്യാനം ഇവിടെ നടക്കുമ്പോൾ, കഴിഞ്ഞ ഞായറാഴ്ച ഇടവകപ്പള്ളിയിൽ ഈ 40 ദിവസം മുട്ടുമ്പോൾ ഒന്ന് കുമ്പസാരിച്ചില്ലെങ്കിൽ മനസമാധാനത്തോടെ ഹൂസോയെ പ്രാപിച്ച കുർബാന കൊള്ളാൻ പറ്റൂലില്ലോ എന്ന് പേടിച്ചിട്ട് കുമ്പസാരിക്കാൻ പറഞ്ഞ ആളുകളുണ്ട്. 40 ദിവസമായി കുമ്പസാരിച്ചിട്ട്, പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 40 ദിവസമായി കുമ്പസാരിച്ചിട്ട്. അതുകൊണ്ടൊന്നുമില്ല, അച്ഛൻ പ്രാർത്ഥിച്ചു വിട്ടാൽ മതി. അതുകൊണ്ടൊന്നുമില്ല, അച്ഛൻ പ്രാർത്ഥിച്ചു വിട്ടാൽ മതി. ഇപ്പം 40 ദിവസത്തിൻ്റെ ഇടയിൽ പിന്നെ തറയിൽ കാല് വെക്കാതെ മാലാഖമാരെ പോലെ പറന്ന് നടന്നവരാ. വീട്ടിലരുതാത്ത ഒരു വാക്കും സംസാരിക്കാതെ കണ്ട്, കൂട്ടുപ്രവർത്തയെക്കുറിച്ച് ചിന്ത കൊണ്ട് പോലും കേൾപ്പിക്കാത്ത ഇല്ലേ? നമ്മുടെ മൂളലിലുണ്ട് ഉത്തരം. ഉത്തരായില്ലേ? ഇല്ല, എത്ര മതി? എന്റെ പൊന്നേ, മതിയെന്നേ. ഇതിന്റെ നടുവിലാണ് 40 ദിവസത്തിന്റെ ഉള്ളില്, 40 ദിവസം ആയതുകൊണ്ട് മാത്രം വന്നുള്ളൂ അച്ഛാ, പ്രത്യേകിച്ചൊന്നുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരിച്ചറിവാണ് കുമ്പസാരം. തലേ ഞായറാഴ്ച ഇടവകപ്പള്ളിയിൽ 40 ദിവസം തികഞ്ഞു എന്ന വിധത്തിൽ കുമ്പസാരപ്പായിൽ വന്ന് മുട്ടുകുത്തി കടന്നുപോയവർ പിറ്റത്തെ ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് സെന്റ് ജോൺസ് ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് വന്നു. ഞായർ കഴിഞ്ഞ്, തിങ്കൾ കഴിഞ്ഞ്, ചൊവ്വാഴ്ചയാകുമ്പോഴേക്കും നെടുമ്പാട് വീണ് മുട്ടുകുത്താൻ തക്കവണ്ണം ചങ്ക് കീറി എഴുതിക്കൊണ്ടുവന്ന പേപ്പർ മറച്ചും തിരിച്ച് ഇനി എന്നുള്ള നോക്കുന്ന വിധത്തിൽ 3-4 പേപ്പർ എഴുതി തീർത്തുകൊണ്ട് വരുന്ന എവിടുന്നാ വന്നത്? ഇതെവിടുന്ന ഉത്തരം കിട്ടിയത്? ഈ തല ഞായറാഴ്ച ഇതുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം കഷ്ടാനുവാഴ്ചയ്ക്ക് മുമ്പുള്ള കുമ്പസാരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ട് വരുന്നത് ജീവിതത്തിന്റെ 3 വയസ്സുള്ള കാലം മുതലും 4 പറ്റിയതും 8 പറ്റിയതും 12 പറ്റിയതും 15 തൊട്ടതും 16-ലും 20-ലും 30-ലും തൊട്ടതും ഒക്കെ പിടിച്ചുകൊണ്ട് വരുവാണ് 50-ാം വയസ്സിൽ. എന്താ സംഭവിച്ചത്? തിരിച്ചറിവില്ലാതെ പോയി. ഞാനിത് ആരോടാണ് മറച്ചതെന്ന് ചിന്തിക്കാതെ പോയി.
ഞാൻ ആരെ മറച്ചു വെച്ചോണ്ടാണ് കുമ്പസാരിക്കാന്ന ഭാവേന ചെന്ന് കുമ്പിടുന്നെന്ന് ചിന്തിക്കാൻ പറ്റാതെ പോയി. തന്നെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാതെ പോയി. നമ്മുടെ മരണാനന്തര ശുശ്രൂഷയിൽ വേറൊരു പാട്ടിങ്ങനെ പാടും. നാം എങ്ങെന്നോർപ്പീൻ സോദരരേ, വിധി വിജയം നേടും നോൻ ധന്യൻ. ഞാൻ എവിടെയാണ്, ഞാൻ എങ്ങനെയാണ് എന്നൊന്ന് ഓർത്തുള്ളൂ കേട്ടോ. എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ സ്ഥാനം കൊണ്ട്, ഒരു കുടുംബം നടത്തുന്ന വിധത്തിൽ, ഒരു അപ്പൻ എന്ന വിധത്തിൽ ഞാൻ എങ്ങനെയാ, ഒരമ്മ എന്ന വിധത്തിൽ ഞാൻ എങ്ങനെയാ, ഒരു ഭാര്യ എന്ന വിധത്തിൽ ഞാൻ ഏതവസ്ഥയിലാണ്. ഹല്ലേലൂയ. ഒരു മകൻ എന്ന നിലയിൽ, ഒരു മകളെന്ന നിലയിൽ എൻ്റെ നിപ്പ ആ സ്ഥാനത്ത് തന്നെയാണോ? അതോ മാതാപിതാക്കളെ സംബന്ധിച്ച് മകനെന്ന സ്ഥാനത്തിന് കളങ്കം വരുത്തിയിട്ടുണ്ടോ? മകളെന്ന സ്ഥാനത്തിന് കളങ്കം വരുത്തിയിട്ടുണ്ടോ? വരുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ്, ഹല്ലേലൂയ, തിരിച്ചറിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് അപ്പൻ കാത്തുനിന്ന് ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബിച്ച് മോതിരമിടുവിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി പേർക്കുള്ള മോതിരം പണിതുകൊണ്ട് കർത്താവാകുന്ന അപ്പൻ കാത്തിരിക്കുന്നുണ്ടെന്ന് ഇന്നും മടങ്ങിച്ചെല്ലും. ഇന്ന് വരും, നാളെ ഉറപ്പായിട്ടും വരും, മറ്റന്നാൾ എന്തായാലും വരുമെന്ന് കാത്തിരിക്കുന്ന കർത്താവിൻ്റെ കയ്യിൽ അനേകം മോതിരങ്ങളുണ്ട്. അണിയിപ്പാൻ തക്കവണ്ണം തിരിച്ചറിവ് കിട്ടിയിട്ട് അപ്പൻ്റെ കയ്യിലെ മോതിരം മേടിപ്പാൻ തക്കവണ്ണം, തെറ്റിപ്പോയി അപ്പ എന്ന് പറയാൻ തക്കവണ്ണം ഒരുങ്ങി പുറപ്പെടണം. ഹല്ലേലൂയ. അതിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? എന്നിൽ കിടക്കുന്ന ഞാനെന്ന ഭാവമാണ്. എന്നാൽ ഈ ഞാനെന്ന ഭാവം എന്ന് പറയുന്നതിനെ കുറിച്ചൊരു തിരിച്ചറിവുണ്ടാകാൻ ഈ ഭൗമിക ലോകത്തിലെ തിരക്ക് പിടിച്ച ജീവിതത്തെ കാലത്തിന്റെ ഇടയിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ടോ സംബന്ധിച്ചു പോകുന്ന ഒരു കുർബാന അനുഭവം മാത്രമല്ലാതെ 15 മിനിറ്റ് കൊണ്ട് മാക്സിമം പ്രാർത്ഥിച്ചു തീർക്കുന്ന ഒരു സന്ധ്യയുടെ പ്രാർത്ഥനയല്ലാതെ ഒരു തിരിച്ചറിവ് തരുന്ന ഏതിടത്താണ് നിങ്ങളിന്ന് വന്നു. ഓക്കെ, പക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ മക്കളീ കുറെ കാലങ്ങളായിട്ട് ഇരുന്നിട്ടുള്ളൊന്ന് ചിന്തിച്ചു നോക്കിക്കൊള്ളുക. ഒരു 20 വർഷമായിട്ട് കൺവെൻഷൻ പന്തലിൽ കയറാത്ത, ഒരു ധ്യാന കേന്ദ്രം പോലും കണ്ടിട്ടില്ലാത്ത എത്രയോ മക്കൾ നമ്മുടെ നടുവിലുണ്ടെന്നറിയോ? ഹല്ലേലൂയ. അന്യായ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു പള്ളിക്കൂടത്തിൽ ഒരു ടീച്ചർമാരും ഒരു ഉപദേശവും കൊടുക്കില്ല മക്കൾക്ക്. താങ്കൾ ഉത്തരവാദിത്തം പഠിപ്പിക്കാനുള്ള പഠിപ്പിച്ചിട്ട് പോകും. കാരണം നിയമം അനുവദിക്കുന്നില്ല. ഉപദേശിക്കുന്ന കൂട്ടത്തിൽ നിന്ന് മുഖം കറുത്താൽ അതിന് പ്രതിസന്ധിയാകും, വടിയെടുത്താൽ അതിന് പ്രതിസന്ധിയാകും, പണ്ടത്തെ കണക്കിന് പിച്ചിയാലെന്ന് പ്രതിസന്ധിയാകും. ആ കാലഘട്ടത്തിന്റെ നടുവിൽ പ്രിയമുള്ളവരെ, തിരിച്ചറിവുണ്ടാകേണ്ടതിന്, സത്യദൈവത്തിന്റെ പദ്ധതി അറിയേണ്ടതിന്, അതിന്റെ വചനം കേൾക്കേണ്ടതിന് പറ്റുമെങ്കിൽ ഇவ்விധമുള്ള യോഗസ്ഥലത്തേക്ക് നിങ്ങൾ വരുന്ന നേരത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും അവിടെ ഇരിക്കുന്ന ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോരാൻ പറ്റണം. എന്തിനാ? തമ്പുരാൻ ഒരു തിരിച്ചറിവ് തരുവാട്ടോ ഇന്നത്തെ ദിവസം, വന്ന് കേട്ടോട്ടോ എന്ന് പറയാനാ. ഇനി കുറച്ചുകൂടെ നേരം കിട്ടുന്നൊരു സന്ദർഭമുണ്ടെങ്കിൽ ഒരു 5 ദിവസക്കാലത്തേക്ക് കർത്താവിന്റെ വചനത്തിന് കീഴിൽ നീ ഒന്ന് ചേർന്നിരിക്കുക. മൊബൈലൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് കൊനിഞ്ഞു നോക്കാതിരുന്നിട്ട്, വാട്സപ്പ് തപ്പാതിരുന്നിട്ട്, യൂട്യൂബിൽ മാന്താതിരുന്നിട്ട്, ഫേസ്ബുക്ക് നിങ്ങൾ മറക്കാതിരുന്നിട്ട്, എൻ്റെ പ്രിയമുള്ളവരെ, ഇതെല്ലാം ഒഴിവാക്കി ഒരു 5 ദിവസക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ കർത്താവ് തിരിച്ചറിവിന് വേണ്ടത് സകലത ഉപദേശിച്ചു തരും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വേല ചെയ്യുന്ന, നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിരിക്കുന്നവരുടെ ഉപദേശങ്ങളെ നീ തള്ളിക്കളഞ്ഞിട്ട്, നിനക്ക് വേണ്ടി നിന്നെ പഠിപ്പിക്കുന്ന കർത്താവിന്റെ പദ്ധതികൾ, കർത്താവിന്റെ വചനങ്ങൾ പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുടെ വചനങ്ങളെ ധിക്കരിച്ച് കളഞ്ഞിട്ട്, കർത്താവ് വചനം പ്രസംഗിച്ചത് മലയുടെ മുകളിൽ കയറിയിട്ടാണ് അല്ലേ? ഇങ്ങനെയല്ലേ? കടൽ തീരത്ത് എന്നപ്പോഴും
ജനം ഓടിച്ചെന്നു. അപ്പോൾ വള്ളത്തിന്മേൽ കയറി. മലയുടെ താഴെ കർത്താവ് വന്നപ്പോൾ ജനം ഓടിച്ചെന്നു. കർത്താവ് എവിടെ കയറി? മലയുടെ പുറത്ത് കയറി. അത്യുന്നോട് സമനാകുമെന്ന് പറഞ്ഞ മാലാഖമാരുടെ സംഘത്തിന്റെ തലവൻ വെട്ടേറ്റ് താഴെ വീണു പോയെങ്കിൽ പിശാചിന്റെ സംഘത്തിന്റെ അധിപനായി മാറുന്ന വിധത്തിലേക്ക് അത് മാറ്റപ്പെട്ടു പോയി. ദൈവത്തോട് അഹങ്കരിച്ച് താഴെ വീണു പോകുന്നവൻ ചെന്നു പറ്റുന്നതും ഇതേ നേതാവിന്റെ കീഴിലുള്ള സംഘത്തിലേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ നടക്കുമ്പോൾ എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കരുത് എന്നൊന്ന് പറഞ്ഞേ. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, ഡംഭിച്ച് ഇനി സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. ഈ അഹങ്കാരികളുടെ ലക്ഷണമുണ്ട് ഇഷ്ടം പോലെ. അഹങ്കാരിയുടെ ലക്ഷണം, അഹങ്കാരി ലക്ഷണം എന്താ? ഒന്ന്, ഞാൻ പറയുന്നതല്ലാതെ, ഞാൻ പറയണല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. ഇത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. ഇല്ലേ, ഇങ്ങനെ ഈ പണ്ട് കുരങ്ങൻ ചെന്ന് ഈ കുടത്തി കൈയിട്ടിട്ട് തനിക്ക് തവൻ ശർക്കര ഉണ്ട പിടിച്ചുകൊണ്ട് കുടവും കുത്തിക്കൊണ്ടു നടന്നൊരു കഥയുണ്ട്, അറിയില്ലേ? മർക്കട മുഷ്ടി എന്ന് അങ്ങനെ നാട്ടിലെ വർത്താനമില്ലേ? അല്ലേ, മർക്കട മുഷ്ടി. എന്താ മർക്കട മുഷ്ടി? മർക്കടൻ ആരാവോ? മർക്കടൻ കുരങ്ങാണ്. ഈ പണ്ട് ഈ കൃഷിക്കാരായ ആളുകളുടെ ഈ കൃഷി നശിപ്പിക്കാനായിട്ട് കുരങ്ങന്മാര് വരും. അപ്പൊ കുരങ്ങന്മാരെ എല്ലാം തല്ലിക്കൊല്ലാൻ പറഞ്ഞ് ഓടി ചെല്ലുമ്പോഴത്തേക്കും കുരങ്ങൻ ചാടി, ഇപ്പോഴത്തെ കാലത്തല്ല, പണ്ട്, ഇന്ന് അടുത്തേക്ക് ചിന്തിച്ചാൽ പോലും കേസ് വരും. ഇന്ന് അന്നങ്ങനെ ആയിരുന്നില്ല. എന്തായാലും അപ്പൊ ഈ കൃഷിക്കാർ ഇതൊരു പരിപാടിയാണ്, ഈ കുടത്തിനകത്ത് ശർക്കര ഇട്ട്, ഈ വാവട്ടം കുറവുള്ള കുടത്തിനകത്തേക്ക് ശർക്കര ഉണ്ട ഇട്ടിട്ട് കുടത്തി കൊണ്ടുവയ്ക്കും. ഈ മർക്കടം വന്നിട്ട്, ഈ കുരങ്ങൻ വന്നിട്ട് ഈ മണം പെട്ടെന്ന് പിടിച്ചിട്ട് നോക്കിയിട്ട് ആക്രാന്തം മുത്ത് കൈ അങ്ങോട്ട് കടത്തും. ചെല്ലം വഴി തനിക്കെത്താൻ ശർക്കര ഉണ്ട കിട്ടും. അതിങ്ങ് പിടിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കടന്നുപോയ കൈ ശർക്കരകളെ ചേർത്ത് വെച്ചപ്പോൾ കൈ ഇങ്ങനെ വലുതായി. തിരിച്ചു പിടിച്ചാൽ അവിടെ കിടന്ന് പിടിയും വലിയും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുടം വെച്ച ചേട്ടൻ അന്വേഷിച്ചു വന്നത്. കുടം വെട്ട ചേട്ടൻ വന്ന് അന്വേഷിച്ചു വന്ന് നോക്കുമ്പോൾ ആണ്ടടാ ഇവിടുന്ന് പിടുത്തം. ചേട്ടനെ കണ്ടവടി ഈ കുരങ്ങൻ ഇത് വലിച്ചു പറക്കാനായിട്ട് നോക്കും. ആ ശർക്കരയിൽ നിന്ന് അങ്ങ് കൈവിട്ടാൽ കൈ ഈസി ആയിട്ട് ഊരിക്കൊണ്ടുപോകും. പക്ഷെ പുള്ളി ശർക്കരയിൽ നിന്ന് കൈ വിടില്ല, കാരണം പുള്ളി അതിന് വേണ്ടിയാണ് കൈയിട്ടേക്കുന്നത്. അപ്പം ആ ശർക്കരയിൽ വട്ടം പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ അവസാനം ഈ ആദ്യത്തെ പോലെ സ്പീഡില്ലാതായിപ്പോൾ, കാരണം ഈ കുടവും പിടിച്ചുകൊണ്ട് തന്നെ കൊത്തി കൊത്തി ഇങ്ങനെ പോകാനായിട്ട് ആ നേരം കൊണ്ട് അങ്ങേരിയെന്ന് തല്ലിക്കൊല്ലും. അതിന് വന്ന് മർക്കട മുഷ്ടി. നമ്മുടെ ആൾക്കാർ മിക്കതും അങ്ങനെയാണ്, മർക്കട മുഷ്ടിയാണ്. ഒന്ന് പോട്ടെ സാരില്ലെന്ന് പറഞ്ഞ തീരേണ്ട എന്തോ ഒരു കേസായിരുന്നെന്നറിയാവാ. ഈ കുടുംബ കോടതിയുടെ മുമ്പിലൊക്കെ മൂവാറ്റുപുഴയിലുണ്ടായിരുന്നു. ഞാൻ നാളെ ഈ മുടൂർ പള്ളിയുടെ കേസിൽ ബന്ധപ്പെട്ട് ഞാൻ അവിടെ ഒരാവശ്യം ചെന്ന സമയത്ത് ഞാൻ പാഞ്ഞു പോന്നപ്പോൾ ചുമ്മാ ഇല്ലൊന്ന് കയറി ഞാൻ അപ്പത്തോട് ഇറങ്ങിപ്പോന്നു. വെറുതെ എൻ്റെ അവസ്ഥ അറിയാനാ. ഇഷ്ടം പോലെ ആളുകളെ ഇങ്ങനെ ഈ ഇളിക്ക് കൈകുത്തി ഇങ്ങനെ നിൽക്കുന്ന അവിടെ കോടതിയിൽ നിന്ന് വിളി കേട്ട് നിൽക്കുക. കേസിന്റെ ഊഴം കാത്തു നിൽക്കുന്നവരാ. വേറെ പിരിയാൻ വന്നവർ, ഡൈവേഴ്സിന് കൊടുക്കാൻ വന്നവർ, തമ്മിൽ തല്ല് പ്രശ്നം ഉണ്ടാക്കി കോടതി കേസ് ചെന്നേക്കണുണ്ട്. കുടുംബ കോടതി എന്തോരം വീടുകളിൽ. പോട്ടെ, സാരില്ല. ഒരു വഴക്കൊക്കെ ഉണ്ടാക്കിയ എത്ര സമയം കൊണ്ടാ? വൈകുന്നേരം വരെ. സുവിശേഷക്കാർക്കാ. സുവിശേഷം അറിയില്ലെങ്കിലോ രാത്രി തീർത്തോണം. ഇനി പോട്ടെ, രാത്രി പറ്റിയില്ലെങ്കിലോ ഒരു ചായ ഉണ്ടാക്കിയുണ്ട് ചേട്ടാന്ന് നീട്ടിയൊന്ന് വിളിച്ചാൽ തന്നെ മിക്കവാറും തീരേണ്ടതാണ്. മിക്കവാറും ഒക്കെ ഒരു ചായയിൽ തീരും ചിലപ്പോൾ. എന്നിട്ടും വിടൂല, ഇല്ലേ? ഒരു വിളിയിൽ തീരാവുന്ന, ഒരു ചായയിൽ തീരാവുന്ന, പോട്ടെ സാരമില്ല. അവിടെ തീരാകുന്നിടത്തുള്ളത്തേ കിടക്കുന്ന ഞാനെന്ന ഭാവം. എനിക്കെന്താണെന്നൊരു കുറവ്. ഞാനും പണിക്ക് പോണല്ലേ, ഞാനിവിടെ വരുമാനം കൊണ്ടുവന്നെ, ഞാൻ ചുമ്മാ നടക്കുമൊന്നുമില്ല. നേരം വെളുത്തേ പിന്നെ 10 ആള് പണി ഞാൻ ഈ പെരക്കകത്ത്
ഓടി നടന്ന് ചെയ്യേണ്ട ഇവിടെ നേരെ ഈ പെരക്കകത്തോടെ വട്ടം കറങ്ങി ഇത്ര നേരം നേരെ നടന്നിറങ്ങിയപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് ഈ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് ചായ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇച്ചിരി ഒച്ച അബദ്ധത്തിൽ പറ്റിയതാ. വെച്ച കൂട്ടിൽ അബദ്ധത്തിൽ പറ്റിയാണ് ഒച്ച ഗ്ലാസ് കേട്ടു. പക്ഷെ ലവൻ വിചാരിച്ച എന്താ ഇല്ലേ, ലവൻ തെറ്റിദ്ധരിച്ചു. അപ്പൊ അവിടെ ഉള്ളി കിടന്ന വഴക്ക് ഇതുവരെ പോയിട്ടില്ല. ചായ ഗ്ലാസ് കൊണ്ട് കുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളത്തീ കിടക്കുന്ന ഞാനല്ലാതെ, എന്നെ കൊണ്ടല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിന്തിക്കുന്നു. വേറൊരാളുടെ അഭിപ്രായത്തെ മാനിക്കാത്തവൻ അഹങ്കാരിയാണ്. വേറൊരാളുടെ അഭിപ്രായം അത് വീട്ടിലിരിക്കുന്ന ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും ചോദിക്കേണ്ടടുത്ത് ചോദിക്കണം. പലപ്പോഴും പല പ്രതിസന്ധികളും കാരണം തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ചോണ്ട് അല്ലേ, കമ്മിറ്റി വിളിച്ചില്ലല്ലോ, ഒറ്റക്കെടുത്ത തീരുമാനമല്ലേ, ഈ പരിപാടിയുടെ നടക്കൂല. കാരണം ഈ സ്ഥാനത്തിരിക്കുന്നവൻ കമ്മിറ്റി വിളിക്കേണ്ടവൻ വിളിക്കാതെ വന്നപ്പോ അവൻ അഹങ്കാരം മൂത്തോണ്ട് അങ്ങനെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് എപ്പോഴും പറയിക്കാൻ പറ്റുന്നു ഒന്നും. ഞങ്ങൾ ചുമ്മയൊന്നും വന്നിരിക്കണമെന്നല്ല, ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്കാരാണ്, ഞങ്ങളോട് ചോദിക്കാതെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഉള്ളത്തീ കിടക്കുന്ന അഹമെന്ന് വന്ന ചിന്തയാണ്. ചൂള പോലെ കത്തുന്ന ദിവസം വരുമെന്ന് അഹങ്കാരികളും എല്ലാ ദുഷ്പ്രവർത്തിക്കാളും താളടിയാകുമെന്ന് വചനം പഠിക്കുമ്പോൾ തന്നെ ഈ ചൂള പോലെ കത്തുന്ന ദിവസം വരാൻ വൈകിയാലോ, നമ്മൾ ഇവിടുന്ന് കടന്നു പോകാൻ വൈകിയാലോ, ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരെല്ലാം നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളും ശീലങ്ങളും ചിന്തകളും വിചാരങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരുന്ന സ്മരണ പുസ്തകം കർത്താവിൻ്റെ കയ്യിലിരിക്കെ ഇതൊന്നും ഞാൻ കണ്ടില്ല, കേട്ടില്ല, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ഇനി പറയാൻ നമുക്ക് അവകാശമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു: അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും. ആ 15-25 സദൃശവാക്യം. അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും. കണ്ടോ? അപ്പൊ പലപ്പോഴും പല ഭവനങ്ങളും ഇടർച്ച കൊണ്ട് പൊളിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, എൻ്റെ ജീവിതത്തിലെ അഹങ്കാരത്തിന്റെ ശീലങ്ങളുണ്ടോ എന്ന്. അഹങ്കാരത്തിന്റെ ചില ആശുപത്രികളിലൊക്കെ കയറി ജനം ഇങ്ങനെ ചികിത്സിച്ച് കടം കയറി മുടിഞ്ഞ ഒത്തിരി വീടുകളുണ്ട്. പക്ഷെ പലതും നമ്മുടെ ശീലങ്ങളിൽ നിന്നുണ്ടാക്കിയെടുത്തതാണ്. 10 കൽപ്പന പഠിക്കാൻ തുടങ്ങിയ 1-ാം ക്ലാസ്സിലെ സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ അരുത് 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 എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള, കർത്താവിൻ്റെ വചനത്തിലൂടെ കേട്ടിട്ടുള്ള എത്രയോ വചനങ്ങളാണ് പ്രിയമുള്ളവരെ 10ഉം 12ഉം 13ഉം വയസ്സ് കഴിഞ്ഞ കാലം മുതൽ അനേകർ ചവിട്ടി മെതിച്ച് പള്ളേക്കളഞ്ഞത്. മദ്യപാനത്തിലൂടെ, മയക്കുമരുന്നിലൂടെ, പുകവലിയുടെ മുറുക്കിലൂടെ, വ്യഭിചാരത്തിലൂടെ, മോഷണത്തിലൂടെ, അരുതാത്ത വഴിയിലൂടെ സഞ്ചരിച്ചതിൻ്റെ വഴിയായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ അവരുടെ ജീവിതത്തെ അഹങ്കരിച്ച് ദൈവത്തെ തള്ളിക്കളഞ്ഞു എന്നാണെങ്കിൽ അതിൻ്റെ ഫലം തന്നെയാ പലരും ആശുപത്രി കയറി നിടങ്ങി ഇന്ന് മുടിഞ്ഞു പോകുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അഹങ്കാരികൾ താളടിയാകും. സകലരുടെയും ജീവിതത്തിന്മേൽ കർത്താവ് ഇടപെടുന്നൊരു കാലം വരുന്നതിന് മുൻപ് മടങ്ങുന്നുവെങ്കിൽ കർത്താവിൻ്റെ കൃപ ലഭിപ്പാൻ അവിടം വരെ ചെല്ലേണ്ടതില്ല. ഇവിടം മുതൽ തന്നെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹംഭാവം എന്ന വലിയ മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ വന്ന്
അല്ലേ? നീ ആകാശത്തോളം പറന്നുയർന്നാലും സമ്മാനം മേടിക്കാൻ ഭൂമിയിൽ വരണമെന്നാണെങ്കിൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന എന്തെങ്കിലും ശീലങ്ങളോ ചിന്തകളോ ഉണ്ടെങ്കിൽ ഒന്ന് ശാന്തതപ്പെട്ട് തിരിച്ചറിഞ്ഞ് വിധേയപ്പെട്ട് കർത്താവിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയണം, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളോടും എൻ്റെ ഭാര്യയോടും എൻ്റെ ഭർത്താവിനോടും എൻ്റെ മാതാപിതാക്കളോടും ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണട്ടെന്ന് പറയാൻ എൻ്റെ മനസ്സ്, സാരിലിട്ട പോട്ടെ എന്ന് പറയാനുള്ള മനസ്സ് കർത്താവ് നമുക്ക് നൽകട്ടെ. എവിടെയാണ് കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകത്തുള്ളൂ. അവിടെയാണ് സമാധാനം വരും. തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, കർത്താവിൻ്റെ കൃപയാൽ നമ്മെ നിറയ്ക്കട്ടെ. ഒരു വാക്കോടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അത്യധികമായ നിങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിങ്കൽ ഈ വചനകൂടാരത്തിൻ്റെ നടുവിലിരുന്ന് എന്നെ ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളത്തിലെ അഹങ്കാരമെന്ന ആ ഭാവത്തെ ഒന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. അൻപുള്ള യേശുവിൻ്റെ നാം ചോദിക്കുന്നു, പിതാവെ കേട്ട് ഉത്തരമല്ലമാറാകണമേ. ആമീൻ.